നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി അഷ്ടഷഷ്ടിതമ സർഗ, 68-ാം സർഗമാണ്. നമ്മൾ ജനകരാജാവിൻ്റെ മിഥില രാജധാനിയിലാണ് ഉള്ളത്. ശ്രീ രാമചന്ദ്ര പ്രഭു വില്ല് ഒടിച്ചിട്ട് വിവാഹം ഉടനെ ഒന്നും നടത്തുന്നില്ല. അയോധ്യയിലേക്ക് ദൂതന്മാരെ അയച്ചിരിക്കുന്നു. അവർ ദശരഥ രാജാവും പരിവാരങ്ങളും ഒക്കെ വന്നതിന് ശേഷമേ അത് തീരുമാനിക്കുകയുള്ളൂ. ദശരഥ രാജാവാണെങ്കിലും അയോധ്യയിൽ ചെന്നിട്ട് ഗുരുക്കന്മാരോടും മന്ത്രിമാരോടും എല്ലാം ആലോചിച്ചിട്ടാണ് അവരും ദശരഥ രാജാവും പുറപ്പെടുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ദൂതൈഹി ദശരഥരാജായ ജനക പ്രാർത്ഥനാ നിവേദനം. ദൂതന്മാർ ജനക മഹാരാജാവിൻ്റെ അപേക്ഷയെ ദശരഥ ചക്രവർത്തിയോട് ഉണർത്തിക്കുന്നത്. ജനകേന സമാധിഷ്ഠാ ദൂതാസ്തേ ക്ലാന്തവാഹനാഃ ത്രിരാത്രമുഷിതാ മാർഗേ തേ അയോധ്യാം പ്രാപിസൻ പുരീം. രാജ്ഞോ ഭവനമാസാദ്യ ദ്വാരസ്ഥാനിതമബ്രുവൻ ശീഘ്രം നിവേദ്യതാം രാജ്ഞേ ദൂതാന്നോ ജനകസ്യ ച ഇത്യുക്താ ദ്വാരപാലാസ്തേ രാഘവായ ജ്ഞവേദയൻ തേ രാജവചനാ ദൂതാ രാജവേ സ്മ പ്രവേശിതാഃ ദദൃശുദ്ദേവ സംഘാശം വൃദ്ധം ദശരഥം നൃപ. ജനക മഹാരാജാവിനാൽ ആജ്ഞാപിക്കപ്പെട്ടവരായ ആ ദൂതന്മാർ തളർന്ന വാഹനങ്ങളാർന്നവരായി 3 ദിവസമായി വഴിയിൽ 3 രാത്രി തങ്ങി അവർ അയോധ്യാപുരിയിൽ പ്രവേശിച്ചു. ചക്രവർത്തിയുടെ കോവിലകത്തെ അവർ പ്രാപിച്ച ദ്വാരപാലകന്മാരോടായി ഇപ്രകാരം ഉര ചെയ്തു: ഞങ്ങളെ ജനക മഹാരാജാവിൻ്റെ ദൂതന്മാരെന്ന് ചക്രവർത്തിയെ ഉടനെ തന്നെ തിരുമനസ്സറിയിക്കുവിൻ. ഇപ്രകാരം പറയപ്പെട്ട കാവൽക്കാർ ദശരഥ മഹാരാജാവിനോട് വിവരം ഉണർത്തിച്ചു. ദൂതന്മാർ രാജാജ്ഞയാൽ കോവിലകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു. അവിടെ ദേവസദൃശനും അയോധ്യനും ആയ ദശരഥ മഹാരാജാവിനെ അവർ കണ്ടു. ബദ്ധാഞ്ജലിപുടാ സർവേ ദൂതാ വിഗതസാധ്വസാഃ രാജാനം പ്രണതാ വാക്യമബ്രുവൻ മധുരാക്ഷരം. രാജസിംഹമഹാസത്വ രഘുശ്രേഷ്ഠപരന്തപ മൈഥിലോ ജനകോ രാജാ സാഗ്നിഹോത്രപുരസ്കൃതം കുശലം ചാവ്യയം ചൈവ സോപാധ്യായ പുരോഹിതം. മധുരയാ സ്നേഹ സംയുക്തയാ ഗിരം ജനകസ്ത്വാം മഹാരാജാ പ്രച്ഛദേ സപുരസരം പൃഷ്ട്വാ കുശലമവ്യഗ്രം വൈദേഹോ മിഥിലാധിപ. കൗശികാനുമതേ വാക്യം ഭവന്തമിതമബ്രവീത് പൂർവം പ്രതിജ്ഞാ വിഹിതാ വീര്യശുൽക്കാ മമാത്മജാ രാജാനശ്ച കൃതാമർഷാ നിർവീര്യാ വിമുഖീകൃതാഃ സേയം മമ സുതാ രാജൻ വിശ്വാമിത്രപുരസ്സരൈഃ യദൃശ്ചയാഗതൈർവീര്യൈർനർജിതാ തവ പുത്രകൈഃ തच्च രാജൻ ധനുർദിവ്യം മധ്യേ ഭഗ്നം മഹാത്മനാ രാമേണ ഹി മഹാതേജോ മഹത്യാം ജനസംസദി. അസ്മൈ ദേയാ മയാ സീതാ വീര്യശുൽക്കാ മഹാത്മനീ പ്രതിജ്ഞാം കർത്തുമിച്ഛാമി തദനുജ്ഞാതുമർഹസി. ദൂതന്മാർ എല്ലാവരും മഹാരാജാവിനെ കുമ്പിട്ട് വണങ്ങി കൈകൂപ്പിയവരായി ശാന്തതയോടെ ഇമ്പം കലർന്ന വചനത്തെ ഇപ്രകാരം തിരുമനസ്സറിയിച്ചു: അല്ലയോ രാജസിംഹ, അതിപുണ്യവാനായുള്ളവേ, ക്ഷത്രിയധർമ്മത്തെ അതിവിശേഷമായി അനുഷ്ഠിക്കുന്ന ഹേ രഘുത്തമ മിഥിലാധിപനായ ജനക മഹാരാജാവ് പൂജിക്കപ്പെട്ട അഗ്നിഹോത്രങ്ങളാർന്നവനും ഉപാധ്യായന്മാരോടും പുരോഹിതന്മാരോടും കൂടിയവനും ആയ നിന്തിരുവടിയുടെ കറയറ്റ
കുറവറ്റ ക്ഷേമ വർത്തമാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ജനക മഹാരാജാവ് പരിജനങ്ങളടക്കം നിന്തിരുവടിയോട് പ്രീതിയാർന്ന മധുരവചനത്താൽ പലവരു കുശല പ്രശ്നം ചെയ്യുന്നു. മിഥിലാധിപനായ ജനക മഹാരാജാവ് ക്ഷേമവർത്തമാനത്തെപ്പറ്റി ചോദിച്ച് കൗശികമുനിയുടെ അനുമതിയോടുകൂടി ഈ വർത്തമാനത്തെ സമയം പോലെ തിരുമനസ്സറിയിപ്പാൻ കൽപ്പിച്ചു. എൻ്റെ പുത്രി വീര്യശുൽക്കയെന്ന് ആദ്യം തന്നെ പ്രതിജ്ഞ ചെയ്യപ്പെട്ടു. രാജാക്കന്മാരെല്ലാം തക്ക ശക്തിയറ്റവരായി വിമുഖരാക്കപ്പെട്ടവരായി രോഷം ഉൾക്കൊണ്ടു. മഹാരാജാവെ, അപ്രകാരം സർവരാലും പ്രാർത്ഥനീയയായ ഈ എൻ്റെ പുത്രി എൻ്റെ ഭാഗ്യവിശേഷത്താൽ വിശ്വാമിത്ര മഹർഷിയാൽ കൂട്ടിക്കൊണ്ടുവരപ്പെട്ട് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്ന ശൂരനായ നിന്തിരുവടിയുടെ പുത്രനാൽ നേടപ്പെട്ടു. മഹാതേജസ്വിയായ രാജാവേ, മഹാത്മാവായ ശ്രീരാമനാൽ വമ്പിച്ച ജനക്കൂട്ടത്തിന് നടുവിൽ വച്ച് ദിവ്യമായ ആ വില്ലും നടുവേ മുറിക്കപ്പെട്ടു. മഹാത്മാവായ ഇദ്ദേഹത്തിന് എന്നാൽ വീര്യശുൽക്കയെന്ന് നിയമിക്കപ്പെട്ടവളായ സീത വിവാഹം ചെയ്തു കൊടുക്കപ്പെടേണ്ടവളായിരിക്കുന്നു. പ്രതിജ്ഞയെ നിറവേറ്റുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനെ അംഗീകരിപ്പാൻ തിരുമനസ്സുണ്ടാകണം. സോപാധ്യായോ മഹാരാജ പുരോഹിത പുരസ്കൃത ശീഘ്രമാഗച്ഛ ഭദ്രം തേ ദൃഷ്ടുമർഹസി രാഘവോ പ്രതിജ്ഞാം മമ രാജേന്ദ്ര നിവർത്തയിതുമർഹസി പുത്രയോരുഭയോ പ്രീതിം ലപ്സ്യസേ വീര്യനിർജിതാം ഏവം വിദേഹാധിപതിർമധുരം വാക്യമബ്രവീത് വിശ്വാമിത്രാഭ്യനുജ്ഞാത ശതാനന്ദമതേ സ്ഥിത രാജന്നാഗച്ഛസി യതിന ചേദ്വാ രഘുനന്ദന ആജ്ഞാപയോത്തരം ദേവാജനകായ നരേശ്വരം ഇത്യുക്ത്വാ വിരതാ ദൂതാ രാജഗൗരവസംഗീതാഃ ദൂതവാക്യം തു തച്ഛ്രുത്വാ രാജാ പരമർഷിത വസിഷ്ഠം വാമദേവം ച മന്ത്രിണോऽന്യാംശ്ച സോऽബ്രവീത് ഗുപ്ത കുശികപുത്രേണ കൗസല്യാനന്ദവർദ്ധന ലക്ഷ്മണേന സഹ ഭ്രാത്രാ വിദേഹേഷു വസത്യസൗ ദൃഷ്ടവീര്യസ്തു കാകുസ്ഥോ ജനകേന മഹാത്മനാ സംപ്രദാനം സുതായാസ്തു രാഘവേ കർത്തുമിച്ഛതി യതി വോ രോചതേ വൃത്തം ജനകസ്യ മഹാത്മന പുരീം ഗച്ഛാമഹേ ശീഘ്രം മാ ഭൂത് കാലസ്യ പര്യയഃ. മഹാരാജാവേ, ശ്രീ രാമലക്ഷ്മണന്മാരെ കടാക്ഷിച്ചരുളുവാൻ തിരുമനസ്സുണ്ടാകണം. ഉപാധ്യായന്മാരോടും പുരോഹിതന്മാരോടും കൂടി ഈ ക്ഷണം തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിയാലും അവിടുത്തേക്ക് മംഗളം. രാജശ്രേഷ്ഠ, എൻ്റെ പ്രതിജ്ഞയെ സഫലമാക്കി ചെയ്യുവാൻ തിരുവുള്ളമുണ്ടാകണം. ഇരു പുത്രന്മാരുടെയും വീര്യത്തിൻ്റെ ഫലമായി നേടപ്പെട്ട പ്രീതിക്ക് നിന്തിരുവടി പാത്രമായി ഭവിക്കും. വിശ്വാമിത്രമുനിയുടെ അനുമതി ലഭിച്ചവനും ശതാനന്ദരുടെ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായ വിദേഹ രാജാവായ ജനകൻ ഇപ്രകാരം നല്ല ശോഭനമായ വർത്തമാനത്തെ ഉണർത്തിപ്പാൻ കൽപ്പിച്ചയച്ചു. പൂജനീയനും നരോത്തമനും രഘുവംശജാതനുമായ ഹേ മഹാരാജാവേ, നിന്തിരുവടി ഇപ്പോൾ തന്നെ എഴുന്നള്ളുന്നു എങ്കിൽ സന്തോഷം, മറിച്ചുത്തരവാകരുതെന്ന് ഞങ്ങൾക്ക് അപേക്ഷ. ജനക മഹാരാജാവിന് മറുപടി കൽപ്പിച്ചരളിയാലും. ദൂതന്മാർ ഇങ്ങനെ ഉണർത്തിച്ച ശേഷം ചക്രവർത്തിയുടെ ഉത്തരവ് എന്താകുമോ എന്ന ആലോചനയോട് കൂടിയവരായി മൗനം കൈക്കൊണ്ടു. ആ മഹാരാജാവ് അപ്രകാരം ദൂതവാക്യത്തെ ചെവിക്കൊണ്ട് അതിനെപ്പറ്റി പരമസന്തോഷം ഉൾക്കൊണ്ടവനായി വസിഷ്ഠ മഹർഷിയെയും വാമദേവ മഹർഷിയും മറ്റു മന്ത്രിമാരെയും നോക്കി ഇപ്രകാരം പറഞ്ഞു. ഈ കൗസല്യാനന്ദവർദ്ധനായ ശ്രീരാമൻ രാജാവായ ലക്ഷ്മണനോടും കൂടി കുശികപുത്രനാൽ ആദരിക്കപ്പെട്ടവനായി വിദേഹരാജ്യത്തിൽ ഇരിക്കുന്നുണ്ട്. മഹാത്മാവായ ജനകരാജാവിനാൽ രാമൻ എപ്രകാരമുള്ള വീര്യമാർന്നവനെന്ന് കണ്ടറിയപ്പെട്ടു. അതിനാൽ രാഘവനായിക്കൊണ്ട് പുത്രിയുടെ വിവാഹത്തെ ഇപ്പോൾ തന്നെ നടത്തുവാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും ഈ കാര്യം നടത്തേണ്ടതാണ് എന്നുള്ള പക്ഷം ഇപ്പോൾ തന്നെ മഹാത്മാവായ ജനക മഹാരാജാവിൻ്റെ പട്ടണത്തിലേക്ക് നാം പുറപ്പെടുക. കാലത്തിന് താമസം നേരിടേണ്ട. മന്ത്രിണോ ബാഠമിത്യാഹു സഹ സർവൈർമഹർഷിഭി സുപ്രീതശ്ചാബ്രവീദ്രാജാശോ യാത്രേതി സമന്ത്രിണ മന്ത്രിണസ്തു നരേന്ദ്രേണ രാത്രിം പരമസത്കൃതാഃ ഊഷു പ്രമുദിതാ സർവേ ഗുണൈഃ സർവൈഃ സമന്വിതാഃ. മന്ത്രിമാർ മഹർഷിമാർ എല്ലാവരോടും കൂടി ശരിയെന്ന് മറുപടി പറഞ്ഞ് ചക്രവർത്തിയായ അദ്ദേഹം അതിസന്തുഷ്ടനായി പിന്നെ മന്ത്രിമാരോടായി നാളെ പ്രയാണം എന്ന് കൽപ്പിച്ചു. ഈ ശുഭവർത്തമാനത്തെ കൊണ്ടുവന്നവരായ മന്ത്രിമാർ എല്ലാവരും
മഹാരാജാവിന് നല്ലപോലെ സൽക്കരിക്കപ്പെട്ടവരായി, വേണ്ടുന്ന എല്ലാ വസ്തുക്കളും ഉപചരിക്കപ്പെട്ടവരായി ഏറ്റവും സന്തോഷത്തോടെ അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. ഇത്യാർഷെ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ ഷഷ്ടിതമ സർഗ 68ാം സർഗം സമാപ്തം. ഇനി ഏകോന സപ്തതിതമ സർഗ 69ാം സർഗം. ദശരഥസ്യ മിഥിലാഗമനം. ദശരഥ മഹാരാജാവ് മിഥിലയിൽ എഴുന്നള്ളുന്നത്. തതോ രാത്ര്യാം വ്യതീതായാം സോപാധ്യായഃ സ ബാന്ധവഃ രാജാ ദശരഥോ ഹൃഷ്ട സുമന്ത്രമിദമബ്രവീത്. അദ്യ സർവേ ധനാധ്യക്ഷാ ധനമാദായ പുഷ്കലം പ്രജന്ത്വഗ്രേ സുവിഹിതാ നാനാരത്നസമന്വിതാഃ ചതുരംഗബലം ചാപി ശീഘ്രം നിര്യാതു സർവശഃ മമ അജ്ഞാസമകാലം ചയാനയുഗ്യമനുത്തമം. വസിഷ്ഠോ വാമദേവശ്ച ജാബാലിരഥകാശ്യപ മാർക്കണ്ഡേയ സുദീർഘായുർഋഷി കാത്യായനസ്തഥാ ഏതേ ദ്വിജാ പ്രയാന്ത്വഗ്രേ സ്യന്ദനം യോജയസ്വമേ യഥാ കാലാത്യയോ ന സ്യാദൂതാ ഹി ത്വരയന്തി മാം. ഇത്യുക്ത്വാ സ മഹാതേജാ രാജാ ദശരഥോ രഥം ആരുരോഹ യഥാ ഭാനുർഭഗവാൻ രഘുനന്ദന. രാത്രി അവസാനിച്ച ഉടനെ അപ്പോൾ ഉപാധ്യായ സഹിതനും ബന്ധുജന സഹിതനും ഏറ്റവും സന്തുഷ്ടി പൂണ്ടിരിക്കുന്നവനുമായ ദശരഥ രാജാവ് സുമന്ത്രരോടായി ഇപ്രകാരം കൽപ്പിച്ചരുളി. ഇപ്പോൾ തന്നെ ഭണ്ഡാരാധ്യക്ഷന്മാർ എല്ലാവരും എല്ലാ ആഭരണങ്ങളെയും എടുത്തുകൊണ്ട് വേണ്ടുവോളം പണവും എടുത്തുകൊണ്ട് അവനവൻ്റെ കൃത്യത്തെ ശ്രദ്ധയോടു കൂടിയവരായി നിസ്തുല്യവും പല്ലക്ക തേർ മുതലായവയോടു കൂടിയതുമായ ചതുരംഗ സൈന്യം മുഴുവനും ഇപ്പോൾ തന്നെ നമ്മുടെ ആജ്ഞ കേട്ട ഉടനെ പുറപ്പെടട്ടെ. ഈ ബ്രാഹ്മണോത്തമരായ വസിഷ്ഠ മഹർഷിയും വാമദേവ മഹർഷിയും ജാബാലി മഹർഷിയും കാശ്യപ മഹർഷിയും ദീർഘായുസുള്ള മാർക്കണ്ഡേയ മഹർഷിയും കാത്യായന മഹർഷിയും മുമ്പിൽ യാത്രയാകട്ടെ. ദൂതന്മാർ എന്നെ ബന്ധപ്പെടുത്തുന്നു എന്ന കാരണത്താൽ കാലവിളംബം വരാതെ വണ്ണം എൻ്റെ രഥത്തെ സജ്ജമാക്കിക്കൊണ്ടുവന്നേക്കുക. സൂര്യഭഗവാൻ പോലെ മഹാതേജസ്വിയും രഘുനന്ദനനും ആയ ആ ദശരഥ മഹാരാജാവ് മേൽപ്രകാരം അരുളി ചെയ്തു രഥത്തെ ആരോഹണം ചെയ്തു. വചനാത്തു നരേന്ദ്രസ്യ സാ സേനാ ചതുരംഗിണീ രാജാനം ഋഷിഭിസ്സാർത്ഥം വ്രജന്തം പൃഷ്ടതോऽന്വഗാദ ഗത്വാ ചതുരഹം മാർഗം വിദേഹാനഭ്യുപേയിവാൻ രാജാ തു ജനക ശ്രീമാൻ ശ്രുത്വാ പൂജാമകൽപ്പയത്. തതോ രാജാനമാസാദ്യ വൃദ്ധം ദശരഥം നൃപം ജനകോ മുദിതോ രാജാ ഹർഷം ച പരമം യയൗ ഉവാച ച നരശ്രേഷ്ഠോ നരശ്രേഷ്ഠം മുദാന്വിതം സ്വാഗതം തേ മഹാരാജ ദിഷ്ട്യാ പ്രാപ്സോऽസി രാഘവ പുത്രയോരുഭയോ പ്രീതിം ലപ്സ്യസേ വീരനിർജിതാം. ദിഷ്ട്യാ പ്രാപ്തോ മഹാതേജാ വസിഷ്ഠോ ഭഗവാനുഷി സഹ സർവൈർദ്വിജശ്രേഷ്ഠൈർദേവൈരിവ ശതക്രതു. ദിഷ്ട്യാ മേ നിർജിതാ വിഘ്നാ ദിഷ്ട്യാ മേ പൂജിതം കുലം രാഘവൈഃ സഹ സംബന്ധാദ്വീര്യശ്ലാഘ്യൈർമഹാത്മഭിः സ്വപ്രഭാതേ നരശ്രേഷ്ഠ നിർവർത്തയിതുമർഹസി. യജ്ഞസ്യാന്തേ നരശ്രേഷ്ഠ വിവാഹമൃഷി സത്തമൈഃ തസ്യ തദ്വചനം ശ്രുത്വാ ഋഷിമധ്യേ നരാധിവ വാക്യം വാക്യവിദാം ശ്രേഷ്ഠ പ്രത്യുവാച മഹീപതിം. ഋഷികളോടുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന മഹാരാജാവിനെ രാജകൽപ്പന പ്രകാരം ആ ചതുരംഗസേനയും പിന്നാലെ അനുഗമിച്ചു. വഴി 4 നാൾ കൊണ്ട് കടന്ന് വിദേഹ രാജ്യത്തിൽ വന്നു ചേർന്നു. ശ്രീമാനായ ജനക മഹാരാജാവും സംഗതി കേട്ട ഉടനെ അതിഥി പൂജ സന്നാഹത്തെ സജ്ജമാക്കി. അപ്പോൾ ഉള്ളം കുളിർത്ത ജനക മഹാരാജാവും വയോധികനും ക്ഷത്രിയനും ആയ ദശരഥ ചക്രവർത്തിയെ ചെന്ന് സന്ദർശിച്ച് അതിയായ സന്തോഷം ഉൾക്കൊണ്ടു. ഉടനെ തന്നെ ആ നരോത്തമൻ അതിസന്തുഷ്ടിയോടെ വിളങ്ങുന്നവനായ പുരുഷശ്രേഷ്ഠനോടായി ഇപ്രകാരം ഒരു ചെയ്തു. ദശരഥ മഹാരാജാവേ, നിന്തിരുവടി ഇങ്ങെഴുന്നള്ളി എന്നുള്ളത് ഞങ്ങളുടെ ഭാഗ്യവിശേഷം തന്നെ. പ്രീതിയോടെ ഞങ്ങൾ ചെയ്യും സൽക്കാരാദികളെ സ്വീകരിപ്പാൻ തിരുവുള്ളമുണ്ടാകണം. ഈ 2 പുത്രന്മാർക്കും വീര്യത്തിൻ്റെ ഫലമായി നേടപ്പെട്ട അനുഗ്രഹത്തെ നൽകുവാൻ തിരുമനസ്സുണ്ടാകണം.
എല്ലാ ദേവന്മാരോടും കൂടെ ഇന്ദ്രൻ എപ്രകാരമോ അപ്രകാരം മഹാതേജസ്വിയും ഋഷിയും ആയ വസിഷ്ഠ ഭഗവാൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടും കൂടി ഇങ്ങെഴുന്നള്ളിയതും ഞങ്ങളുടെ ഭാഗ്യവിശേഷം തന്നെ. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇതും ഞങ്ങളുടെ ഭാഗ്യവിശേഷം തന്നെ. വീര്യത്താൽ ഏറ്റവും ശ്ലാഘ്യത പൂണ്ട മഹാത്മാക്കളായ രാഘവന്മാരോട് കൂടിയുള്ള ഈ ബന്ധുത്വത്താൽ എൻ്റെ കുലം പെരുമയേറിയതായി ഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്ത പുണ്യഫലം തന്നെയാണിത്. ഹേ നരോത്തമ, നാളെ രാവിലെ ഋഷിവര്യന്മാരോടും കൂടി യാഗത്തിൻ്റെ അവസാനത്തിൽ ഹേ പുരുഷശ്രേഷ്ഠ, വിവാഹ മഹോത്സവത്തെ തുടങ്ങി നിറവേറ്റി തരുവാൻ തിരുമനസ്സുണ്ടാകണം. ഋഷികൾ നടുവിൽ വച്ച് അദ്ദേഹത്തിൻ്റെ ആ വചനത്തെ കേട്ടരുളിയ വാക്യവിശാരദന്മാരിൽ വച്ച് മുമ്പനായ ചക്രവർത്തി രാജാവോടായി ഇപ്രകാരം മറുപടി അരുളി ചെയ്തു. പ്രതിഗ്രഹോദാതൃവശ ശ്രുതമേതന്മയാ പുരാ യഥാ വക്ഷ്യസി ധർമ്മജ്ഞ തത്കരിഷ്യാമഹേ വയം. ധർമ്മിഷ്ഠം ച യശസ്യം ച വചനം സത്യവാദിന ശ്രുത്വാ വിദേഹാധിപതി പരം വിസ്മയമാഗത. തദ സർവേ മുനിഗണാ പരസ്പര സമാഗമേ ഹർഷേണ മഹദായുക്താസ്താം നിശാമവസൻ സുഖം. രാജാ ച രാഘവൗ പുത്രൗ നിശാമ്യ പരിഹർഷിത. ഉവാസ പരമപ്രീതോ ജനകേനാഭിപൂജിത. ജനകോ അപി മഹാതേജ ക്രിയാം ധർമ്മേണ തത്വവിദ. യജ്ഞസ്യ ച സുതാഭ്യാം ച കൃത്വാ രാത്രിമുവാസഃ. തതോ മുനീനാം ച നരാധിപാനാം വിസൃജ്യ സംഘാൻ ജനകോ മഹാത്മനാം. തദ്യജ്ഞവാടം വിധിവത് പ്രവിശ്യ ഉവാസരാത്രിം ബലസൂദനപ്രിയ. തന്നതിനെ വാങ്ങുകയെന്നുള്ളത് തരുന്നവൻ്റെ ഇഷ്ടം പോലെയാണ് എന്നുള്ള ഈ വസ്തുത എന്നാൽ പണ്ട് കേൾക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏ ധർമ്മജ്ഞ, എപ്രകാരം അങ്ങ് ഉര ചെയ്യുന്നുവോ അതുപ്രകാരം തന്നെ ഞങ്ങൾ ചെയ്യുവാൻ ഒരുക്കമാണ്. സത്യം തന്നെ ഉര ചെയ്യുന്നവനായ അദ്ദേഹത്തിൻ്റെ ധർമാനുസൃതവും കീർത്തികരവും ആയ വാക്കിനെ കേട്ട് വിദേഹ രാജാവ് ഏറ്റവും ആശ്ചര്യം പൂണ്ടു. അപ്പോൾ ഋഷിഗണങ്ങൾ എല്ലാം അന്യോന്യം സന്ദർശിപ്പാൻ സംഗതിയായതിൽ അതിയായ ആനന്ദം പൂണ്ടവരായി ആ രാത്രി സുഖമാവണ്ണം വസിച്ചു. പുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട് മനം കുളിർത്തവനായ മഹാരാജാവും ജനകരാജാവിനാൽ വേണ്ടുവണ്ണം സൽക്കരിക്കപ്പെട്ടവനായി സർവപ്രകാരേണയും സന്തുഷ്ടി പൂണ്ടവനായി ആ രാത്രി കഴിച്ചുകൂട്ടി. മഹാതേജസ്വിയും സർവശാസ്ത്ര വിദഗ്ധനും ആയ ജനക മഹാരാജാവ് യാഗത്തിനു വേണ്ടതും പുത്രിമാരിരുവർക്കും ശാസ്ത്രോക്തവുമായ കാര്യത്തെ അന്നു രാത്രി തന്നെ ചെയ്തു തീർത്ത് വർത്തിച്ചു. അനന്തരം ഇന്ദ്രൻ്റെ മിത്രമായ ജനക മഹാരാജാവ് മഹാത്മാക്കളായ മഹർഷിമാരുടെയും രാജാക്കന്മാരുടെയും സംഘങ്ങളെ യാത്രയയച്ച ശേഷം ആ യാഗശാലയിൽ ശാസ്ത്രവിദ്യ പ്രകാരം പ്രവേശിച്ച് രാത്രി കഴിച്ചുകൂട്ടി. ഇത്യാർഷെ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ ഏകോന സപ്തതിതമ സർഗ 69 സർഗം സമാപ്തം. നമസ്തേ.